CPM-നെ അടിക്കണമെങ്കിൽ ആദ്യം ആരെ അടിക്കണം? CM-നെ അടിക്കണം. CM-നെ അടിക്കണമെങ്കിൽ എന്താ? CM-നെതിരായിട്ട് ആരോപണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ പിണറായി വിജയൻ നേരിട്ടിട്ടില്ല. KFON അഴിമതി അടക്കമുള്ള എത്ര അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുണ്ട്, ഏറ്റിട്ടില്ല. അതിൻ്റെ കാര്യം അറിയോ? രാഷ്ട്രീയമായി ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉയർത്തുമെന്നും അത്തരത്തിലുള്ള വാഗ്വാദങ്ങൾ നടക്കുമെന്നും ഒക്കെ ഉള്ളത് ജനങ്ങൾക്കറിയാം. ജനങ്ങൾ അതൊക്കെ ശീലിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒരു അഴിമതി പ്രശ്നം വന്നാലോ ആ അഴിമതി പ്രശ്നം തീയാകും. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയായി അധികാരത്തിലിരിക്കുന്ന ഒരാളുടെ മകളോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ മകനോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതികളിൽ ഏർപ്പെടുന്നുണ്ട് എന്ന് വന്നാൽ അത് വലിയ ധാർമ്മിക പ്രശ്നമാണ്, അത് വലിയ ഇഷ്യൂ ആണ്. അത് കേരളത്തിൽ മാത്രം സവിശേഷതയല്ല, എവിടെയും പല സർക്കാരുകളും ഇത്തരം ആരോപണങ്ങൾ കുടുംബങ്ങൾക്ക് നേരെ ഉയർന്നിട്ടുള്ളപ്പോൾ അത്തരത്തിൽ ദുർബലപ്പെടുത്തിയാൽ മാത്രമേ CPM-നെ ഇല്ലാതാക്കാൻ കഴിയൂ. അഥവാ CPM-നെ ഇല്ലാതാക്കുക എന്നുള്ളത് വലിയൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ്. വീണയെ അവിടെ ഒരു കരുവാക്കുമ്പോൾ പോലും ലക്ഷ്യമെന്താണ്? കേരളത്തിൽ CPM-നെ ഇല്ലാതാക്കിക്കൊണ്ട് BJP-ക്ക് അതിൻ്റെ വോട്ട് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അഥവാ CPM-ന്റെ കയ്യിലിരിക്കുന്ന